ആരാ ശിഷ്യരാകാൻ കഴിവുള്ളവർ? കർത്താവ് പറഞ്ഞല്ലോ, ലൂക്കോസ് 9:23, ശിഷ്യരാകണമെങ്കിൽ എന്ത് ചെയ്യണം? Luke 9:23. Who can become a disciple? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, അനുഗമിപ്പാൻ ശിഷ്യനാകാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് എന്ത് ചെയ്യണം? നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒന്ന്, തന്നെത്താൻ നിഷേധിക്കണം. അത് കഴിഞ്ഞ് നാൾതോറും ക്രൂശ് എടുക്കണം. ഹല്ലേലൂയ. തന്നെത്താൻ നിഷേധിക്കണം, പിന്നെന്ത് ചെയ്യണം? നാൾതോറും ക്രൂശ് എടുക്കണം. ഈ ക്രൂശ് എന്ന് പറഞ്ഞത് അവരവരുടെ ക്രൂശ, കഷ്ടതയാകുന്ന ക്രൂശ് എന്ത് ചെയ്യണം? നാൾതോറും ക്രൂശ് എടുത്ത് എന്ത് ചെയ്തേക്കുള്ളൂ? അവനെ അനുഗമിപ്പാൻ. സ്തോത്രം. ഇത് കർത്താവ് പറഞ്ഞ ഉപദേശമാണ്. ഇനിയും അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ 33 വരെ ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ 33 വരെ. മത്തായിയതല്ല, ലൂക്കോസിന്റെ സുവിശേഷം. ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 33 വരെ. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 26-33. ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ മകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ മകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവനെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളത് ഏതൊക്കെ വിട്ടുപിരിയണം? ഒക്കെയും വിട്ടു പിരിയണം. എന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ, കർത്താവിന്റെ ശരീരത്തോട് ഏക ശരീരസ്ഥരാകുവാൻ കഴിയുകയുള്ളൂ. കൈപൊക്കി പ്രാർത്ഥിച്ച രോഗസൗഖ്യം കിട്ടും, ആശ്വാസം കിട്ടും. ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ അതിന് കുറച്ച് മുതൽ മുടക്കിയൊക്കെയുള്ളൂ. വിശ്വസിച്ചാൽ ഇന്ന് ആളുകൾക്കെല്ലാം എന്താ, എങ്ങനെയെങ്കിലും ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി. പിന്നെ വിചാരിക്കുന്നതാണ്, കഷ്ടം നിറഞ്ഞ ലോകത്തിൽ അത് ജീവിച്ച എങ്ങനെയെങ്കിലും ഹല്ലേലൂയ 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 സ്തോത്രം യേശുവേ എന്ന് പറഞ്ഞ് മറ്റു ദൈവങ്ങൾ പറഞ്ഞാൽ കാഹളം തൊനിക്കുമ്പോൾ അങ്ങ് പറന്നു പോകുമെന്ന ആ ഒരു ചിന്ത, അത് വചനാടിസ്ഥാനമുള്ള ചിന്തയല്ല. വിശ്വസിച്ചാൽ പോരാ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു വീട് പണിയാൻ ഇച്ഛിച്ചു, ഉടനെ അവൻ ഇരുന്ന് കണക്ക് കൂട്ടും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? അതുപോലെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇരുന്ന് ഒന്ന് നോക്കണം, എനിക്ക് ആരെയെല്ലാം വിടണം? എൻ്റെ അപ്പനെ വിടണം, എൻ്റെ അമ്മയെ വിടണം, എൻ്റെ ഭാര്യയെ വിടണം, എൻ്റെ മക്കളെ വിടണം, എൻ്റെ ഭർത്താവിനെ വിടണം, എൻ്റെ സ്വന്തം ശരീരവും കൂടെ വിടേണ്ടതാ. ഇതിന് എനിക്ക് ഒരുക്കമുണ്ടോ എന്ന് ആദ്യം എന്ത് ചെയ്യണം? ഇരുന്ന് കണക്ക് നോക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ കാഹളം കേൾക്കുമ്പോൾ പോകുകയുള്ളൂ. ഓർത്തിരുന്നോളൂ. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മെ കുറച്ചുപേരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ട് രക്ഷിക്കാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ഏക ശരീരസ്ഥരായി തീരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ യോജിച്ചിരിക്കുന്നോ അതുപോലെ യോഗ്യരായി തന്നെ. അതുകൊണ്ട് ഈ വിടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് നമ്മുടെ മക്കളോട് ദേഷ്യം വന്നു പറഞ്ഞാൽ, ഭർത്താവിനോട് ദേഷ്യമാണ്,
പിന്നെ എന്തിനാ ഈ ഭർത്താക്കന്മാർക്ക് തന്നത്? മക്കളെ തന്നത് എന്തിനാ? എന്തുകൊണ്ടാ വിടണം? നമ്മുടെ ആ എന്റേത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിടുതൽ. എന്റെ ശരീരം, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, എന്റെ വസ്തു, എന്റെ പേര്. ഈ എന്റേത് എവിടുന്നാ വന്നത്? ഞാനിന്ന് പറഞ്ഞല്ല, എവിടുന്ന് ആരംഭിച്ചത്? ഏതൻ തോട്ടത്തിൽ നിന്നാ എന്റേത് ആരംഭിച്ചത്. ആ എന്റേത് മാറ്റിയെങ്കിൽ മാത്രമേ എന്തായി തരാൻ നോക്കുള്ളൂ? ഏക ശരീരസ്ഥരായി തീരാൻ. ഇതില്ലാതെ നമ്മൾ എത്ര നൃത്തം ചെയ്താലും ഓട്ടം തുള്ളിയാലും ചാടിയാലും എല്ലാം ഇവിടെ കിടക്കാം. ഇവിടെ കുറച്ച് ഹല്ലേലൂയ പറഞ്ഞു പിന്നെ നരകത്തിൽ പോയി അതിന്റെ ഫലവും അനുഭവിക്കാം. ക്രിസ്തുവിന്റെ ശരീരത്തോടെ ഏകീഭവിക്കുവാൻ ഏക ശരീരസ്ഥരാകണം. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ വില കൊടുത്തത്. അതുകൊണ്ടാണ് പെന്തക്കോസിന്റെ ആരംഭകാലങ്ങളിൽ അപ്പച്ചന്മാര് വലിയ വില കൊടുത്ത് മക്കളെ കെട്ടിച്ചില്ലെങ്കിലും സാരമില്ല, കുഴിച്ചിടാൻ സ്ഥലമില്ലെങ്കിലും സാരമില്ല, പുറമ്പോക്കിലായാലും നദിയുടെ തീരത്തായെങ്കിലും എവിടെയെങ്കിലും കുഴിച്ചിട്ടാലും വേണ്ട, കർത്താവ് മതി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച. ഇന്നത് എന്താക്കി തീർന്നറിയാം? വളരെ എളുപ്പമാക്കി തീർത്ത്. കൈ പൊക്കിയ ഹല്ലേലൂയ പറഞ്ഞെങ്കിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാന്നുള്ള. പ്രിയമുള്ളവരെ, പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ കാളം കേൾക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ എത്തത്തില്ല. വില കൊടുത്തവർ മാത്രം വിശ്വസിച്ചാൽ പോരാ. ഇപ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാനായി ഇതിപ്പോൾ വാച്ചാണെന്ന് വിചാരിച്ചാട്ട്, ഈ രക്ഷ എന്ന് പറയുന്നതിന് കൈ പൊക്കിയാൽ രക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചു. ഈ വാച്ചാണ്. ഞാനിത് തൃശ്ശൂരിലും പറഞ്ഞെന്നാണ് ഓർക്കുന്നത്. ഇത് വാച്ചിന്റെ ചെയിനാണ്. ഇതിന്റെ കീ, ഇതിന്റെ ഡയൽ. ഇതിനകത്ത് ഇതിന്റെ ഒരു മെഷീനുണ്ട്. ഇതും വാച്ചാണ്, ചെയിനും വാച്ചാണ്, കീയും വാച്ചാണ്, ഡയലും വാച്ചാണ്. അതിനകത്ത് വിലയുള്ള മെഷീനാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ കർത്താവിനെ വിശ്വസിക്കണം, യേശുക്രിസ്തു മാത്രം ദൈവം എന്നുള്ളത്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? സകലതും ത്യജിക്കണം. സകലതും ത്യജിക്കണം. ഇത് കൂടുതൽ കിട്ടുന്ന പരിപാടിയല്ല, നേടുന്ന പരിപാടിയല്ല. ഇതെന്താണെന്നറിയാം? ഉപേക്ഷിക്കുന്ന പരിപാടിയാണ്. പഴയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ അനുഗ്രഹിച്ചു, പുതിയ നിയമകാലത്ത് എങ്ങനെ ദൈവം അനുഗ്രഹിച്ചെന്ന് അനേകർക്കും അത് ശരിയായിട്ട് മനസ്സിലാകുന്നില്ല. പഴയ നിയമകാലങ്ങളിൽ അഥവാ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ലോകജാതികൾ ചിന്തിച്ചിരുന്നത് ആരുടെ ദൈവമാണ് വലിയ ദൈവം, അവൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും. അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനും മറ്റുള്ളവർക്ക് സമ്പത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച് വെളിപ്പെടുത്തി, ഞാനാണ് ഏറ്റവും വലിയ ദൈവം. അതുപോലെ അന്ന് ആരുടെ ദൈവമാണ് ബലവാനായ ദൈവം? ശത്രുക്കളെ സംഹരിക്കും. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കും മറ്റുള്ളവർക്കെതിരായി വന്ന സകല ശത്രുക്കളെയും സംഹരിച്ച് ദൈവം വെളിപ്പെടുത്തി, അവനാണ് വലിയവനായ ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, കിട്ടാനല്ല നിനക്കുള്ളത് എന്ത് ചെയ്യണം? ഭൗതികമായാലും കിട്ടാനുള്ള ഭൗതികമായ നിനക്കുള്ളത് എന്ത് ചെയ്യണം? ത്യജിച്ചാലേ നിനക്ക് എന്ത് ചെയ്യാനും കൊള്ളൂ. അതുപോലെ നിന്റെ ശത്രുക്കളെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ചകിട്ടത്തടിച്ചാൽ മറ്റേത് കാണിച്ചു വിടും. രണ്ടും കൂടെ വ്യത്യാസമുണ്ടോ? പറഞ്ഞാട്ട് പഴയ നിയമ അനുഗ്രഹങ്ങളും പുതിയ നിയമ അനുഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് മനസ്സിലാക്കാതെ നമ്മൾ അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ എന്നെയും അനുഗ്രഹിക്കണമേ, അബ്രാഹാമിന് കൊടുത്ത പോലെ എനിക്കും കൊടുക്കണമേ കർത്താവേ,